Hello guys, welcome to my YouTube channel. This is my first video, so എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ടു ഷെയർ ഇൻ കമൻറ്റ് ബോക്സ്. ഞാനങ്ങനെ വണ്ടിയോട് ഒരുപാട് ക്രേസ് ഉള്ള ഒരാളൊന്നുമല്ല, പക്ഷെ എനിക്കിഷ്ടമാണ്, വണ്ടികൾ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈയിടെയായിട്ട് കുറച്ച് ഡൈക്കാസ് മോഡൽസ് കളക്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അറൗണ്ട് ഒരു 30+ കാർസ് ഇപ്പം നമ്മുടെ കളക്ഷനിലുണ്ട്. നമ്മൾ ഓരോ കാർസിൻ്റെ റിവ്യൂസ് അപ്കമിങ് വീഡിയോസിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് മജുരിറ്റിൻ്റെ നിസാൻ ലൈസൻസ്ഡ് മോഡലായിട്ടുള്ളൊരു പാക്കാണ്. ഇതിൽ 2 കാർസാണ് വരുന്നത്. ഒരു ജാക്കിൻ്റെ ഒരു ട്രക്ക് മോഡലും പിന്നെ ഒരു നിസാൻ GT-R 35 മോഡൽ ഒരു കാറുമാണ് ഇതിലുള്ളത്. ഇതൊരു 1:64 റേഷ്യോയിൽ വരുന്ന ഒരു പാക്കാണ്. ഇതിൽ ബോഡി വരുന്നത് മെറ്റൽ ടൈപ്പാണ്. നമുക്കിനിയിപ്പോൾ അത് ഇനി അൺബോക്സ് ചെയ്ത് നോക്കാം. നമുക്കിനി പാക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. ഇത് വന്നിട്ട് മാക്കിൻ്റെ മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ വരുന്ന ഒരു ട്രക്കാണ്. ഇതിൽ മാക്കിൻ്റെ ബാഡ്ജിങ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. ടയേഴ്സൊക്കെ മൂവിങ് ആണ്. അത്യാവശ്യം ചെറിയൊരു വെയിറ്റും ഉണ്ട് ഇതിന്. ഇതാണ് ഇതിൻ്റെ സൈഡ് വ്യൂ വരുന്നത്. ബാക്ക് വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് GT-R റിവ്യൂ ചെയ്യാം. സോ ഈ പാക്കിൽ വരുന്ന നിസാൻ്റെ GT-R 35 ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്. ഇതിൽ നമ്മൾ ഫ്രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ GT-Rൻ്റെ ഒരു ബാഡ്ജിങ് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഹെഡ് ലൈറ്റ്സ് വന്നിരിക്കുന്നത് ഗ്ലാസ് മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ സൈഡ് വ്യൂവിൽ വരുവാണെങ്കിൽ ഡോർസൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ്. പിന്നെ ഇതിലൊരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടയേഴ്സ് റബ്ബറിലല്ല വന്നിരിക്കുന്നത്, പ്ലാസ്റ്റിക്കിലാണ്. ബട്ട് സസ്പെൻഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. കമ്പയർഡ് ടു ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ ബാക്കിൽ സസ്പെൻഷൻസ് കുറച്ച് കുറവാണ്, എന്തെങ്കിലും സസ്പെൻഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻസൈഡിലേക്ക് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബക്കറ്റ് സീറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ സീറ്റാണ്. റോൾ കേജ് ഒക്കെ ആഡ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്പോയിലേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. സ്പോയിലേഴ്സ് വന്നിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. അതുകൊണ്ട് കുറച്ച് കെയർഫുള്ളായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ ബ്രേക്ക് ലൈറ്റ്സ് വന്നിരിക്കുന്നത് പെയിൻറ്റിൽ തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്, അല്ലാണ്ട് സെപ്പറേറ്റ് ഗ്ലാസ്സിലൊന്നുമല്ല, പെയിൻറ്റിങ്ങിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഡിഫ്യൂസർ ആഡ് ചെയ്തിട്ടുണ്ട് ബാക്കിൽ. പിന്നെ നോക്കുകയാണെന്നെങ്കിൽ അണ്ടർ ബോഡിയിലേക്ക് വരുമ്പം മെയ്ഡ് ഇൻ തായ്വാൻ എന്നുള്ള ഒരു തായ്ലൻഡ് എന്നുള്ളൊരു ബാഡ്ജിങ് ഒക്കെ കാണാനായിട്ട് പറ്റും. അണ്ടർ ബോഡി വന്നിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ തന്നെയാണ്. സോ നമുക്കിനി ഈ പാക്കിൽ വരുന്ന ഈ കണ്ടെയ്നർ കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് ഈ പാക്കിൽ വരുന്ന കണ്ടെയ്നർ. ഈ ടോപ്പ് പാർട്ട് വരുന്നത് പ്ലാസ്റ്റിക്കിൽ തന്നെയാണ്. ചേസ് വരുന്നൊരു മെറ്റൽ പാർട്ടിലാണ്. ഈ ഡോർസ് നമുക്ക് ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഹുക്ക് ഉണ്ട്. ഇത് ടോ ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു ഹുക്ക് വരുന്നുണ്ട്. പിന്നെ ടയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം ഈ നിസാൻ്റെ ടൈപ്പ് തന്നെ ടയേഴ്സാണ് ഇതിലും വന്നിരിക്കുന്നത്. സോ നമുക്കിനി ഡോർസ് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കിനി ഫൈനലായിട്ട് ഇതിൻ്റെ MRP ഡീറ്റെയിൽസ് കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ പർച്ചേസ് ചെയ്തത് ബാംഗ്ലൂരിലെ നെക്സസ് വേഗാസ് മോളിൽ നിന്നാണ്. അവിടെ ഹാംലേസ് ഔട്ട്ലെറ്റിൽ നിന്നാണ് നമ്മളിത് പർച്ചേസ് ചെയ്തത്. ഇതിൻ്റെ MRP ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് 1199 റുപ്പീസാണ്. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസോ മിസ്റ്റേക്സോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.